ഞാനുള്ളത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിലും ഓണാഘോഷം സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ചില പൂക്കളൊക്കെ കാണാം. അങ്ങനെ പൂക്കളം മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇതൊരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ നമുക്ക് ഒന്ന് ബെല്ലടിച്ച് നോക്കാം. ഹായ്, നമസ്കാരം. എന്തായി ഓണാഘോഷമൊക്കെ ഏത് ലെവലിലായി? അതല്ലേ, അകത്ത് പാചകം ഒക്കെ സെറ്റായി കഴിഞ്ഞാ? അതല്ലേ, ഒതുങ്ങി. എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ ഓണമായിട്ട് ബന്ധപ്പെട്ട്? ഓണം പൂവിട്ടു, ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞു. ഉച്ച സദ്യയുടെ മട്ടൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഓണം ഉഷാറായി പോകുന്നു. മോളുടെ പേരെന്താ? അവന്തിക. അവന്തിക എത്രല്ല പഠിക്കുന്നത്? രണ്ടിലല്ലേ. ഓണായിട്ട് എന്തൊക്കെയാ ചെയ്തേ? ഓണായിട്ട് പൂവൊക്കെ ഇട്ടൂല്ലേ. ഞങ്ങള് ഈ ക്യൂ സ്പൈസിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. ഓണാഘോഷമൊക്കെ അല്ലേ, 24 സ്ഥിരം കാണുന്ന ആളുകളല്ലേ? സ്ഥിരമായിട്ട് പ്രഷറാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ? ശ്രീകണ്ഠൻ നായർ ഷോ. അത് സംശയമില്ല. എന്തായാലും സന്തോഷം. എന്തായാലും ഓണം ഉഷാറാവട്ടെ. ഞങ്ങളുടെ ക്യൂ സ്പേസിന്റെ ഒരു സമ്മാനം. താങ്ക് യു വെരി മച്ച്. ഞാനുള്ളത് കൽപ്പറ്റ നഗരത്തിലെ മുണ്ടേരി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് പോലെ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാം. എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഏത് തരത്തിലായിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. 24 എന്നാണ്. പേരെന്താ? സൗമിനില്ലേ. ഞാൻ ചോരമല സ്കൂളിലൂടെ മാറി വന്നതാണല്ലേ? ശരി, നമസ്കാരം. ഓണൊക്കെ ഏതുവരെ? ഓണം കുഴപ്പമില്ല, അങ്ങനെ ഉഷാറായി പോകുന്നു. ആഘോഷമായിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. ഇല്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ സങ്കടം ബാക്കി അതുണ്ട്. എന്തായാലും ആ നാട്ടിൽ നിന്ന് മാറേണ്ട ഒരു പ്രയാസം അതുണ്ട്, ഒരുപാടുണ്ട്. ഇത് ആങ്ങളെന്റെ വൈഫ്. ശരി, ഞങ്ങളെ ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. ഓണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ചുവൽമരക്കാരെ നമ്മൾ കണ്ടു. നമ്മൾ യാത്ര തുടരുകയാണ്. ഞാനുള്ളത് മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് കാണുന്നുണ്ട്. അവര് ഓടി ഒളിക്കുന്നുണ്ട് നമ്മളെ കണ്ടപ്പോൾ. ഇവിടെ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി പോവാണ്. ആരുമില്ല ഇവിടെ, പേടിക്കണ്ട. 24 ന്യൂസ് എന്നാണ്. പേരെന്താ? രേഷ്മ. എന്തൊരു ഓണാഘോഷമൊക്കെ എങ്ങനെയായി? ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാ കുക്കിംഗ് പരിപാടികളൊക്കെയാണോ? കുക്കിംഗ് കഴിഞ്ഞു. അല്ലെ, എല്ലാവരും ഒരുക്കിയതോ, ഓരോരുത്തരും ഓടിച്ചു ഓടുന്നു. ഞങ്ങള് 24 ന്യൂസ് വരികയാണ്. കാണാറുണ്ടോ? നമ്മുടെ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ന്യൂസ് അല്ലേ കാണാറുള്ളൂ? ആയിക്കോട്ടെ. ഞങ്ങള് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആണ്. എന്തായാലും ഓണം ഗംഭീരാവട്ടെ. ശരി. ചിലരൊന്നും അകത്തുനിന്ന് വരുന്നില്ല. ചേച്ചി പുറത്തു പോവാ. വേഷമൊന്നും പ്രശ്നമില്ല, കുഴപ്പമില്ല. പായസം കുടിക്കാം. പായസം വേണ്ട, പായസം നടക്കട്ടെ. ശരി കേട്ടോ, ആയിക്കോട്ടെ. എന്തായാലും ഓണം ഇങ്ങനെ ഹാപ്പി ഓണം. ഓണം ഇങ്ങനെ ഉഷാറായിട്ട് നടക്കുകയാണ്. വയനാട്ടിലും പല വീടുകളിലും നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓരോ വീടുകളിലേക്കായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ മുണ്ടേരിയിൽ നിന്ന് ഓടി മീനങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. മീനങ്ങാടിയിലെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വീടിന്റെ മുറ്റത്ത്, അതായത് ഈ സിറ്റ് ഔട്ടിൽ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓണം എങ്ങനെയാകുമെന്ന് അറിയാം. ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്കട്ടെ. ഹലോ, ആളില്ലേ? തുറക്കെന്ന് കാണുന്നുണ്ട്. ഹായ്, നമസ്കാരം. ഞാൻ സുർജിത്ത്, 24 റിപ്പോർട്ടറാണ്. നമസ്കാരം ചേച്ചി. എന്താ, എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ ഏതുവരെയായി? ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാടല്ലേ, അതിനെ കൊണ്ട് ഒന്ന് കുറച്ചിട്ടുണ്ട്. വലിയ അളവിൽ ആഘോഷമില്ല. ആയിക്കോട്ടെ. എന്ത് പറയുന്നു ചേച്ചി? രണ്ടുപേര് ഓണാഘോഷം എങ്ങനെയുണ്ട്? ഉഷാറാണോ? അതല്ലേ. എവിടെ പഠിക്കുന്നത് നിങ്ങള്? കാക്കവയല്. എന്താ പേര്? തൂലിക. ഗംഭീര പേരാണ്. തൂലിക അടിപൊളി പേരാട്ടോ, സൂപ്പർ പേരാണ്. അപ്പൊ ഓണൊക്കെ ഉഷാറായോ? പൂക്കളൊക്കെ ആരട്ടെ? അടുത്ത വീട്ടിൽ. എന്തായാലും ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എത്തിയതാണ്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എത്തിയാണ്. ക്യൂ സ്പൈസസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ 24ന്റെ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് കൈമാറുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഹാപ്പി ഓണം. ഉഷാറല്ലേ? എന്തായാലും നമ്മൾ ഇനി അടുത്ത വീട് ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. മീനങ്ങാടി ചൂതുപാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു വീട് കാണാം. ആ വീട്ടിൽ കുറച്ച് പേരെ കണ്ടു. അതുകൊണ്ട് അവര് പൂക്കളൊക്കെ ഇടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടേക്കൊന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളെ അവിടെ കാണുന്നുണ്ട് ആ വീട്ടില്. ഹലോ, നമസ്കാരം. 24 ആണ്. കുറെ പേരെ ഇവിടെ കാണുന്നുണ്ട്. പൂക്കളം കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ഏത് വിധത്തിലായി? എന്താ പേര്?
ആദിക്ഷ എങ്ങനെയുണ്ട് ഓണം? നല്ല ഓണം. അതല്ലേ? സൂപ്പർ. എന്തൊക്കെയാ ഇന്ന് പ്രത്യേകം കുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ അതൊക്കെ പൂർത്തിയായോ? സാമ്പാർ സദ്യ. സദ്യയാണ് അതല്ലേ? ഓണം പൂക്കളൊക്കെ സെറ്റാക്കി അടിപൊളി. അതല്ലേ? നിങ്ങളൊക്കെ ബന്ധുക്കളാണോ എങ്ങനെയാണ്? സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളും ഏട്ടനും സഹോദരങ്ങൾ മക്കള് പേരക്കുട്ടികൾ ഭർത്താവ് അങ്ങനെ എല്ലാവരും. ഞാൻ ഈ വഴിക്ക് പോയപ്പോഴേ ഇവിടെ അങ്ങനെ പൂക്കളം ഒരുക്കി എല്ലാവരും റെഡിയായി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ അതുകൊണ്ടൊന്ന് കയറി നോക്കിയത് എന്താ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലേ? എന്താ പേര്? ഒന്നും ഇങ്ങോട്ട് വെക്കൂ. എന്താ പേരെന്താ? റഫ്ന. എങ്ങനെയുണ്ടായി ഓണം? ഓ അടിപൊളി അടിപൊളി അടിപൊളി. പഠിക്കുന്നവരാണോ? അതെ. പഠിക്കുന്നത് ഭവൻസ്. ഭവൻസിലല്ലേ? എങ്ങനെയുണ്ട് ഓണൊക്കെ? നല്ലുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓ കഴിച്ചു. ഓക്കെ. ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഈ ക്യൂ സ്പൈസസ് അതിൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ആ സമ്മാനം തരാൻ വേണ്ടി വന്നതാണ്. എന്തായാലും അപ്രതീക്ഷിതമായിട്ടൊന്ന് വന്ന് കയറി നോക്കി കണ്ടു, ഹാപ്പി. ഏറ്റുവാങ്ങിക്കോളൂ എല്ലാവരും കൂടിയിട്ട്. താങ്ക് യു. അപ്പോൾ നമ്മൾ മറ്റൊരു ഇടത്തേക്ക് യാത്ര തുടരുകയാണ്. പായസപ്പ് വേണ്ട, പിന്നെ മതി. ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. മീനങ്ങാടിക്ക് അടുത്തുള്ള മാനിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ ആ പരിപാടികളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഒന്ന് നമുക്ക് വിളിക്കാം. ഹലോ ചേട്ടാ, നമസ്കാരം. ഫ്ലവേഴ്സ് ആണല്ലോ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഈ വഴിക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. എങ്ങനെയുണ്ട്? ഓണമെന്നില്ലേ? ഓണ പരിപാടികളൊന്നും ഇല്ല? ഒന്ന് വരൂ, ഇങ്ങോട്ട് പുറത്തേക്ക് വരൂ, ഒന്ന് വരൂ. മകൻ ഇവിടെ കൊളക് പോയിരിക്കുക. പിന്നെ മകള് ഇവിടെ ഒരു നാളെ വരും, മകളും കുട്ടികളൊക്കെ. എന്റെ ഓണാഘോഷം നാളെ. അന്ന് മക്കളൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളൂ. ഓ ഭക്ഷണം കഴിച്ചു. ഭാര്യയുണ്ട്, അവളെ അടുത്ത വീട്ടിൽ പോയിരിക്കുക. ഞങ്ങൾ ഈ 24 ഫ്ലവേഴ്സിന്റെ ഒക്കെ പ്രേക്ഷകർക്ക് ഒരു സമ്മാനമായിട്ട് വന്നതാണ്. ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം നൽകുകയാണ്. ഇത് ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഈ ഓണം ഗംഭീരമാവട്ടെ. എല്ലാ ആശംസകളും. ആയിക്കോട്ടെ, ശരി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ശിവരാമൻ. ശിവരാമൻ ചേട്ടന്റെ ഓണം സന്തോഷമായിട്ട് നടക്കട്ടെ, ഗംഭീരമാവട്ടെ. മക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നാളെ ആഘോഷമായിട്ട് നടക്കട്ടെ. ആയിക്കോട്ടെ, വളരെ ഹാപ്പി ഓണം. ഞങ്ങളുള്ളത് കാര്യമ്പാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു വീട് കണ്ടു. ആ വീട്ടിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഒരു പൂക്കളൊക്കെ ഇട്ട മനോഹരമായിട്ടുള്ളൊരു വീട്. ആ വീട്ടിലേക്ക് നമ്മളിങ്ങനെ കയറുകയാണ്. ഹലോ, ഹായ്, നമസ്കാരം. വരൂ. ഓണൊക്കെ ഏതുവരെയായി അറിയാൻ വേണ്ടി വന്നോ? എത്തി, കുഴപ്പമില്ല. പേരെന്താ? ശ്രീജ. അക്ഷയ. എങ്ങനെയുണ്ട് ഓണം എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഞങ്ങള് 24ന്റെ പ്രേക്ഷകരെ തേടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സമ്മാനമുണ്ട്, ആ സമ്മാനം കൊടുക്കാൻ വേണ്ടി. ആയിക്കോട്ടെ. ഇല്ല, ഭക്ഷണം കഴിച്ചില്ല, കഴിക്കാൻ പോകും. ലേറ്റായി, കുറച്ച് ലേറ്റായി. ക്യൂ സ്പൈസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ആ ഗിഫ്റ്റ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി വന്നതാണ്. ഏറ്റുവാങ്ങിക്കോളൂ, വരൂ. അപ്പൊ ഹാപ്പി ആണോ? അങ്ങനെ നമ്മൾ കാരച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരച്ചാൽ ഒരു വീട്ടിൽ നിറയെ ആളുകൾ ഇങ്ങനെ പുറത്ത് കാണുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് വെറുതെ ഒന്ന് പോകാം. ഇവിടെ പുറത്ത് പൂക്കളൊക്കെ മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. മനോഹരമായ പൂക്കളം കുറെ പേരെ കാണുന്നുണ്ട് കേട്ടോ. പല പ്രായത്തിലുള്ള മനുഷ്യർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പൂക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായി ഓണൊക്കെ? നമസ്കാരം. ഓണൊക്കെ എന്തായി? ഓണൊക്കെ അങ്ങനെ വന്നു, അതല്ലേ? പകുതിക്ക് നിൽക്കുന്നു, ആഘോഷാക്കി. ഭക്ഷണം കഴിച്ചു എല്ലാവരും? അതല്ലേ? എങ്ങനെയുണ്ട് ഓണം? അടിപൊളി. ഇവിടെ ഇതാ കുറെ പേരുണ്ട്. എങ്ങനെയുണ്ട് ഓണൊക്കെ? കഴിച്ചോ? എന്തൊക്കെയാ കഴിച്ചത്? ഓണം അത്ര സന്തോഷം എന്ന് പറയാൻ കഴിയില്ല. കാരണം വയനാട്ടിലെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു വിഷയത്തിൽ അത്ര വലിയ സന്തോഷത്തിലല്ല ഓണം ആഘോഷിക്കുന്നത്. എന്നാലും ഉള്ളത് കൊണ്ട് എല്ലാവരും ഓണം പോലെ കഴിയുന്നുണ്ട്. നമ്മളിതിനൊക്കെ അതിജീവിക്കും അല്ലേ? അതന്നെ, അതിജീവിക്കണം. അങ്ങനെ തന്നെ. ചെറുപ്പക്കാരുണ്ടല്ലോ, ചെറുപ്പക്കാരാ ഭക്ഷണം കഴിച്ചു. എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതല്ലേ? ഓണം ഗംഭീരാക്കി. ഞങ്ങള് 24 പ്രേക്ഷകരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണം ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ക്യൂ സ്പൈസസിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഈ ഗിഫ്റ്റ് എല്ലാരും കൂടി ഏറ്റുവാങ്ങിയാലും. അകത്ത് കുറെ ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കണ്ടല്ലേ? ആയിക്കോട്ടെ, അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറി വരാം. വാ. എന്തായാലും ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കല് സമയം വൈകിയല്ലോ. എന്താ ഭക്ഷണം കഴിക്കാൻ വൈകിയോ? എല്ലാരും വൈകിയോ? വൈകിയില്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു.
അതിന് എല്ലാരും കൂടെ ഒരു സന്തോഷത്തിൽ പങ്കുവരുന്നു. അത്രേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഭക്ഷണം കഴിക്കലൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോ ഗിഫ്റ്റ് കൈമാറി. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവാണ്. ശരി കേട്ടോ, താങ്ക് യു. നമ്മളങ്ങനെ മീനങ്ങാടിക്ക് അടുത്തുള്ള മുരണി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. മുരണിയിലൊരു വീട്. ആ വീട് ഇവിടെ ആളുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഒന്ന് നോക്കാം. വണക്കം. ഞങ്ങള് 24 ന്യൂസിലെ പ്രതിനിധികളാണ്. ഞങ്ങള് ഈ ഓണായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എന്താണ് പരിപാടി ഓണായിട്ട്? ഓണായിട്ട് വേറെ ആരുമില്ല. അമ്മയൊക്കെ പെങ്ങൾ വീട്ടിൽ പോയി. ആഘോഷിച്ചോ? എല്ലാരും ഉണ്ടല്ലോ. ആഘോഷിച്ചോ? ആഘോഷിച്ച് സദ്യ കഴിഞ്ഞ് പോന്നാ. ഇന്ന് അവിടെ ആയിരുന്നു ഓണം. അത് ശരി. അപ്പൊ പിന്നെ ഇവിടെ ചെറുതല്ല പ്രശ്നമൊക്കെ ആണല്ലോ. അത് കാരണമല്ല, വേറെ ആഘോഷമൊന്നും വയനാട്ടിലില്ല. അത് കാരണം അങ്ങനെ അത്ര ലൈവ് അല്ല അല്ലേ? ലൈവല്ല. അപ്പൊ പിന്നെ ഓരോരുത്തർ ഓരോ കൂട്ടങ്ങളൊന്നുമില്ല, അത് ശരി. കൂട്ടായ്മകളില്ല. അങ്ങനെ ക്ലബിന്റെ വാർഷികം അങ്ങനെയൊന്നുമില്ല. അല്ലെ, ക്ലബ്ബ് ഓണാഘോഷ പരിപാടികളൊന്നുമില്ല. അത് കാരണം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ശരി. ഞങ്ങള് ഈ പ്രേക്ഷകർക്ക് ഒരു സമ്മാനമായിട്ട് വന്നതാണ്. ക്യൂ സ്പൈസസിന്റെ ഒരു സമ്മാനമാണ്. ആ സമ്മാനം സ്വീകരിച്ചാലും. എന്തായാലും ഓണം ഗംഭീരമായിട്ട്. അടുത്ത ഓണം നമുക്ക് കുറച്ച്. നിങ്ങൾക്കൊന്നും ഓണം ഇല്ലേ? ഞങ്ങളിങ്ങനെ യാത്രകളാണ് ബന്ധപ്പെട്ട സംഘാടനം. അല്ല, സദ്യ കഴിച്ചോന്ന് ചോദിക്കും. സദ്യ ഇല്ല. സദ്യ കഴിക്കണം. എന്തായാലും സമയത്തേക്കായി വൈകി കഴിച്ചിട്ടില്ല, പക്ഷെ കഴിക്കും. നമുക്ക് ഓണം തന്നിട്ട് പോവാ. ഓക്കെ, എന്തായാലും താങ്ക് യു വെരി മച്ച്. നമ്മള് കൽപ്പറ്റയിലെ ഒരു വീടിന്റെ മുമ്പിലാണ് ഉള്ളത്. ഇവിടെ പൂക്കളൊക്കെ കാണുന്നുണ്ട്. വളരെ മനോഹരമായൊരു പൂക്കളം. വീട്ടിൽ ഉള്ളവരെ നമുക്കൊന്ന് വിളിക്കാം. ഹായ്, നമസ്കാരം. വരൂ 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 വരൂ. ഓണൊക്കെ ഇതുവരെ കഴിയാനായി. സദ്യ കഴിച്ചു. കഴിഞ്ഞു. ഞങ്ങള് രണ്ടാളും അച്ഛനും എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും കൂടിയിട്ടാണ്. അച്ഛനൊക്കെ ഇവിടെ പുറത്താണോ? പുറത്തേക്ക് പോയിരിക്കല്ലേ? അമ്മയും എല്ലാവരും ഉണ്ട്. അമ്മ അകത്തുണ്ട്, അച്ഛൻ പുറത്തുപോയി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ ഒരു ഓണാഘോഷം? എങ്ങനെയുണ്ട്? നല്ല ആഘോഷമായിട്ട് നടത്തിയോ? അടിപൊളിയായിരുന്നു. അതല്ലേ. വയനാട്ടിൽ പൊതുവെ എങ്ങനെയുണ്ട് ആഘോഷം? കുറവാണ്, സാധാരണ അപേക്ഷിച്ച് കുറവാണ്, പക്ഷെ കുഴപ്പമില്ലാണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങള് സ്കൂളിലൊക്കെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, സ്കൂളിൽ ഇല്ല, ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലല്ലേ, അതുകൊണ്ടാണ്. ഞങ്ങള് 24 ന്യൂസിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ക്യൂ സ്പൈസസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് കൈമാറാൻ വേണ്ടി വന്നതാണ്. അപ്പോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി അല്ലേ? ഹാപ്പി. അങ്ങനെ നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞു. വയനാട്ടിനെ സംബന്ധിച്ച് അത്ര വളരെ വിപുലമായ രീതിയിലുള്ള ഓണാഘോഷം എവിടെയും കാണാനില്ല. പ്രത്യേകിച്ച് കലാപരിപാടികളോ കായിക പരിപാടികളോ അങ്ങനെ ഒന്നും എവിടെയും കണ്ടില്ല. അത് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ നാട് അതിജീവിക്കുകയാണ്. ആ ദുരന്തത്തിന്റെ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഓണം കുറച്ചുകൂടി ഗംഭീരമായ വിധത്തിൽ വയനാട്ടുകാർ ആഘോഷിക്കുമെന്ന് ഉറപ്പാണ്.